നല്ല വേക്കൻസികളുണ്ട്. അത് നമ്മുടെ വിസ കൊടുക്കാനും പല ഹോസ്പിറ്റലുകളിലും പല കെയർ ഹോംസും തയ്യാറാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കെയർ ഗിവർ പ്ലസ് GDA GNA കഴിഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും ഡ്രീം സ്ട്രീം പഠിച്ച സ്റ്റുഡൻസിന് മുൻഗണന, വെളിയിൽ നിന്നുള്ള സ്റ്റുഡൻസും അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 ദിവസം മുമ്പ് ഹാദി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡ്രീം സ്ട്രീമിനെ കുറച്ച് സ്റ്റുഡൻറ്റിനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഡ്രീം സ്ട്രീം ഹാദി ഹോസ്പിറ്റലായിട്ട് ബന്ധം? ഹാദി മാത്രമല്ല, കുവൈറ്റിലെ മിക്ക ഹോസ്പിറ്റലിലും ഇനി ഡ്രീം സ്ട്രീമിൻ്റെ സ്റ്റുഡൻസിനെ കാണാൻ സാധിക്കും. കാരണം ഇതുപോലെ ഹാദി ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ക്യാമ്പസ് ഇൻ്റർവ്യൂ, ക്യാമ്പസ് സെലക്ഷൻ ഉണ്ടായിരുന്നു. ഡ്രീം സ്ട്രീയുടെ കുറേ സ്റ്റുഡൻസിനെ അവർ ഹയർ ചെയ്തു. അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പും ഹാദി ഹോസ്പിറ്റലിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ട്രെയിനിങ്ങിന് പഠിത്തം കഴിഞ്ഞ കുട്ടികൾക്ക് 3 months ഇന്റേൺഷിപ്പ് കൊടുക്കുക, അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ്സ് അവിടെ ഹാദി കൊടുക്കുക, അവിടെ തന്നെ ഹയർ ചെയ്യുക. അവരുടെ ഹാദിയുടെ കെയർ ഹോംസിലോട്ടും. ഈ ഒരു ഹോസ്പിറ്റൽ മാത്രമാണോ മറ്റുള്ള ഹോസ്പിറ്റലുകൾ? ഒത്തിരി ഹോസ്പിറ്റൽ, കുവൈറ്റിൽ മിക്ക ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മൾ ഡ്രീം സ്ട്രീയുടെ ഇത് നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടും ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ആയിട്ടും കെയർ ഗിവറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു കാര്യം സാറിനോട് ചോദിക്കാണ്ടെന്ന് വെച്ചെങ്കിൽ, 1-2 കമന്റ് ഉണ്ടായി നമ്മളെ വീഡിയോക്ക് താഴെ. അതായത് ഡ്രീം സ്ട്രീം പഠിച്ചിട്ട് പോയിട്ട് ഇപ്പൊ ജോലിക്ക് കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കണ്ടിരുന്നു. അപ്പൊ അത് നമ്മളെ ഈ കണ്ട ആൾക്കാരെ മുമ്പിൽ തന്നെ ഇത് നമുക്ക് പറയണം. തീർച്ചയായിട്ടും ഇവിടെ പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് കുവൈറ്റിലെ ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നുണ്ട്. കുവൈറ്റിലുള്ള ഹാദി ഹോസ്പിറ്റൽ വേറെ ഒന്നും ഇല്ലല്ലോ. കുവൈറ്റിൽ ഒറ്റ ഹോസ്പിറ്റലുള്ള ഹാദി, ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലാണ് കുവൈറ്റിലെ. ഹാദി ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത് കൂടുതലും. യെസ്, മറ്റുള്ള ഹോസ്പിറ്റലിൽ കുവൈറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 30 നമ്പർ റോഡിലുള്ള കുവൈറ്റ് ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർ. ഇത് ഈ നിങ്ങളുടെ കോഴ്സ് ഇപ്പൊ ഏതൊക്കെയാണ് ഇവർക്ക്? കെയർ ഗിവർ പ്ലസ് GNA അവർ പഠിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കെയർ ഗിവർ കോഴ്സും ജനറൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സുമാണ്. എത്ര മാസത്തെയാണ് കോഴ്സ് വരുന്നത്? അവർ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് 3 months കൊണ്ട് ഫിനിഷ് ചെയ്യുന്നവരുണ്ട്, 6 months കൊണ്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്, 1 year ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഈ കുവൈത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്കത് ഉപയോഗിക്കാം? കുവൈറ്റിൽ മാത്രമല്ല, വേൾഡ് വൈഡ് ആയിട്ട് എവിടെ വേണേലും. ഇപ്പം എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷന് പോകുന്ന കുട്ടികൾ, യൂറോപ്യൻ കൺട്രീസിൽ ഹയർ എഡ്യൂക്കേഷന് പോകുന്നവർ കെയർ ഗിവർ പ്ലസ് GNA എടുത്തിട്ട് പോകുന്നത് അവർക്ക് വളരെ ഉപകാരപ്പെടും. അവിടെ പോയി ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി, പഠിത്തത്തോടു കൂടി ഒരു ജോബ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഏത് രാജ്യത്തും യൂസ് ചെയ്യാവുന്ന പ്രോഗ്രാംസാണ്. അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ ജനറൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റും കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് UKയുടെ കെയർ ഗിവിംഗ് പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സ് എടുക്കാൻ വേണ്ടി യോഗ്യത എന്താണ്? 10 ഫെയിൽ ആയവർക്കും പഠിക്കാൻ പറ്റും. ഇത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ സാർ, എൻ്റെ പ്രേക്ഷകരോട് പറയട്ടെ, തീർച്ചയായിട്ടും ജോലി ഇല്ലാത്ത ആൾക്കാർ, നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ മുൻകൈ എടുക്കണം കേട്ടോ, ഏതൊരു കാര്യത്തിനും. അപ്പോൾ ഈ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയിട്ട് ഹോസ്പിറ്റൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. അത് 100% ഉറപ്പാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടുന്നൊക്കെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കുവൈറ്റിൽ നിന്ന് പുറത്ത് പോയിട്ടും UK, യൂറോപ്പ് അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ സാറ്, പിന്നൊരു ഡൗട്ട്, 2 ദിവസം മുമ്പ് സാറ് പറഞ്ഞിട്ടില്ല, എന്താ നാട്ടിൽ നിന്ന് നിങ്ങളുടെ കോന്നിയിൽ ബ്രാഞ്ച് ഉണ്ടല്ലോ, അവിടുത്തെ പഠിച്ച ആൾക്കാർക്ക് ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗൾഫിലേക്ക് എന്നൊക്കെ? തീർച്ചയായിട്ടും. ഇപ്പം ഇവിടെ നല്ല വേക്കൻസികളുണ്ട്. അത് നമ്മുടെ പ്രേക്ഷകർ വിസ കൊടുക്കാനും പല ഹോസ്പിറ്റലുകളിലും പല കെയർ ഹോംസും തയ്യാറാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കെയർ ഗിവർ പ്ലസ് GDA GNA കഴിഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും വിദേശ രാജ്യങ്ങളിൽ, ഇപ്പം GCC കൺട്രീസിൽ കുവൈറ്റ് ഉൾപ്പെടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇവിടുത്തെ കെയർ ഹോംസിലും ഹോസ്പിറ്റലിലും നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ടും ഡ്യൂട്ടി അസിസ്റ്റൻ്റായിട്ടും കെയർ ഗിവറായിട്ടും ഉള്ള ജോലികൾ ഡ്രീം സ്ട്രീം 100% ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് തയ്യാറാക്കി തരും. ഇതിൽ ഒന്നും കൂടെ ക്ലിയർ ചെയ്യണം സാറേ. അതായത് ഈ ഡ്രീം സ്ട്രീം പഠിച്ച സ്റ്റുഡൻറ്റിന് മാത്രമാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് പഠിച്ച ആൾക്കാർക്കും നിങ്ങൾ ആ ജോലി സെറ്റ്? ഡ്രീം സ്ട്രീം പഠിച്ച സ്റ്റുഡൻസിന് മുൻഗണന, വെളിയിൽ നിന്നുള്ള സ്റ്റുഡൻസും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അവർ എവിടെ പഠിച്ചത്, അവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പരിഗണിക്കാവുന്നതാണ്. ഇത് ഫീമെയിലിനാണോ അല്ല മെയിലിനാണോ? അങ്ങനെ ഫീമെയിൽസിനാണ് കൂടുതലും, മെയിൽസിനും ഉണ്ട് സാധ്യത. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ ഒരു വീഡിയോ മാക്സിമം നാട്ടിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും പഠിച്ചിട്ടൊക്കെ ജോലി ഇല്ലാതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ ഡ്രീം സ്ട്രീമിൻ്റെ അക്കാദമിയിൽ ചേർന്ന് ഞങ്ങൾക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി വരും നാളിലും ഇതുപോലെ വേക്കൻസി ഒക്കെ വരുമല്ലോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓൾറെഡി റണ്ണിങ്ങിലാണ്. ഇപ്പം പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി എന്നെ മുന്നിൽ കണ്ടു കാണും.
പുതിയ ഇപ്പം, സ്റ്റുഡന്റ് പഠിക്കുന്നുണ്ട്. പുതിയ ബാച്ചുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെയാണ് സ്റ്റുഡൻസ് വരുന്നത്. നമ്മളിപ്പം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫെസിലിറ്റീസ്. ഫ്രൈഡേ ബാച്ചസ്, സാറ്റർഡേ ബാച്ചസ്, വീക്കെൻഡ് ബാച്ചസ്, വീക്ക് ഡേ ബാച്ചസ്, ഈവനിങ് ബാച്ചസ്, അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ എന്ന് വേണ്ട നമ്മൾ ഫുൾ ടീം എക്യുപ്ഡാണ്. ഡോക്ടേഴ്സും MSc നേഴ്സുമാരും BSc നേഴ്സുമാരുമാണ് ക്ലാസ്സുകൾ തരുന്നത്. അന്നേരം വളരെ എന്താ പറയുന്നത്, ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, പെട്ടെന്ന് തന്നെ ജോലി കരസ്ഥമാക്കുക. അതുപോലെ സാറ് ഏതൊക്കെ രാജ്യക്കാർ വരുന്നുണ്ട് ഇവിടെ പഠിക്കാനും? ഇന്ത്യൻസ് ഉണ്ട്, ഫിലിപ്പീൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് ഉണ്ട്, അതേപോലെ നേപ്പാളീസ് ഉണ്ട്, അതുപോലെ ശ്രീലങ്കൻസ് ഉണ്ട്, വിവിധ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ. അപ്പോൾ സാറാ നമ്മളെ ബ്രാഞ്ചസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട്? ഒന്ന് ഡീറ്റെയിൽസ്. നമുക്ക് കുവൈറ്റിൽ മംഗം, സാൽമിയ, ബോലിഫ, ബഹ്റൈൻ, മനാമ, ഇൻ ഇന്ത്യ, കേരള, കോന്നി. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ള ആൾക്കാർക്ക് ചേരാം. ഇത് നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു സാർ.